തീവണ്ടിയുടെ ചൂളം വിളിയേക്കാൾ ഉച്ചത്തിലുള്ള നിലവിളി. കഴിഞ്ഞ രാത്രി കേരള എക്സ്പ്രസിൽ നിന്ന് കേട്ടത് പേടി തോന്നുന്ന സംഭവങ്ങളാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നാണ് പെൺകുട്ടിയെ ചവിട്ടി ട്രാക്കിലേക്ക് തള്ളിയിട്ടത്. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിക്ക് നേരെയും ആക്രമണമുണ്ടായെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മദ്യലഹരിയിലായിരുന്നു സഹയാത്രികൻ്റെ അതിക്രമം. പ്രതി സുരേഷ് കുമാർ സ്ഥിരം മദ്യപാനി എന്നാണ് വിവരം. ഇയാൾ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും സമീപവാസികൾ പറയുന്നു. സുരേഷ് കുമാർ മറ്റേതെങ്കിലും കേസുകളിൽ പ്രതിയാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. യാതൊരു കാരണവുമില്ലാതെ ഒരാളെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി തെറിപ്പിക്കുക, അതും ഒരു പെൺകുട്ടിയെ. ഗോവിന്ദചാമി എന്ന നരാധവൻ കാട്ടിയ ക്രൂരതയ്ക്ക് ശേഷം കേരളക്കരയെ ആകെ നടുക്കിയ സംഭവമാണ് വർക്കലയിലുണ്ടായത്. കേരളത്തിലെ ട്രെയിനുകളിൽ സ്ത്രീകൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ഇതോടെ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. മദ്യലഹരിയിലാണ് സുരേഷ് അതിക്രമം കാട്ടിയത്. ഇയാൾ മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശിയായ സുരേഷ് കുമാർ കാട്ടിയ അതിക്രമത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. സുരേഷ് കുമാർ മദ്യപിച്ച് ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവാണെന്ന് അയൽവാസിയും പഞ്ചായത്ത് അംഗവുമായ ഷീല പറഞ്ഞു. മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കും, ഭാര്യയെ അടിക്കും, അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഭാര്യയെ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ്. മക്കൾ അയാളുടെ സംരക്ഷണയിലാണ്, അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട്, അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ള, അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല. ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ്. മദ്യപാനിയാണെങ്കിലും മുൻപ് പെൺകുട്ടികളോട് സുരേഷ് കുമാർ മോശമായി പെരുമാറിയതായി അറിയില്ല എന്ന് സമീപവാസിയും ജനപ്രതിനിധിയുമായ ശ്യാം പ്രതികരിച്ചു. മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിവില്ല. ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ദേഹമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മകൾ നേരിട്ടതിന് സമാനമായ ക്രൂരകൃത്യമാണ് വർക്കലയിൽ ഉണ്ടായതെന്ന് ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി പറഞ്ഞു. സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത് എന്നുള്ള ആവശ്യം 15 വർഷമായി ഉന്നയിക്കുകയാണെന്നും സുമതി. ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത്, ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റൂ. കഴിഞ്ഞ ദിവസം കേരള എക്സ്പ്രസിൽ നടന്ന സംഭവത്തെ തുടർന്ന് ട്രെയിനുകളിൽ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.